ഈ പകലിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിടെ ആക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബി ആൻ ഓവർകമർ എന്നുള്ള വിഷയമാണ്. ഇന്ന് അതിനെ തുടർന്ന് ചിന്തിക്കുവാനല്ല ഞാൻ സമയമെടുക്കുന്നത്, അത് വരുന്ന ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമുക്ക് അല്പസമയം തിരുവചന ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കാം. 91 സങ്കീർത്തനം 14 വാക്യമാണ്, 14 മുതലുള്ള വാക്യമാണ് അല്പസമയം നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെയും ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഈ രാവിലെ സമയം വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. Psalms 91 verse 14 onwards. Thank you. I'm reading in English. The Lord says, I will rescue those who love me. I will protect those who trust in my name. When they call on me, I will answer. I will be with them in trouble. I will rescue and honor them. I will reward them with a long life and give them my salvation. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് മുകളിൽ പറയുന്നില്ല. എന്നാൽ കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് മോശയാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്നാണ്. ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ ജീവിതത്തിൽ കടന്നു വരാവുന്ന പലവിധമായ പ്രതിസന്ധികളെ കുറിച്ചാണ്. The psalm says about the dangers of life. But in the midst of that situation, how God protects us, the protection of God, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും വിടുവിക്കും. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. കഴിഞ്ഞ ദിവസം ഈ സങ്കീർത്തനം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ചിന്തകൾ, ചോദ്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. While I was reading this psalm yesterday, these kinds of thoughts came in my mind. How can a person live in the shelter of Most High? Or how can a person rest in the shadow of the Almighty? അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിലും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പാർക്കുവാൻ കഴിയുന്നത്? 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. So when I read this, he will rescue you from every trap and protect you from deadly disease. While I was reading this Psalms in my phone, something happened in my workplace. Somebody said there was a bed bug in their place.
എ സ്മാൾ ഇൻസെക്ട്, ഒരു ചെറിയ ജീവി അവരിരിക്കുന്ന ആ ഏരിയയിൽ അവർ കണ്ടു. പെട്ടെന്ന് തന്നെ ഓഫീസിൽ അവർ വിളിച്ചു പറഞ്ഞു. അതിന്റെ കമ്പനി വന്നിട്ട് അവിടെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഞങ്ങളിരിക്കുന്ന ചെയറുകളും ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടേബിളുകളും എല്ലാം അവർ വാച്ച് ചെയ്തു, എല്ലായിടവും സ്പ്രേ ചെയ്തു. അതിനുശേഷം അവർ ചെറിയ ഓരോ ബോക്സുകൾ എല്ലായിടവും കൊണ്ടുവയ്ക്കുന്നു. After the cleaning company came and investigated everywhere, and they sprayed, and they placed some small boxes several places. I asked them, what is this? ഇതെന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇതിനകത്ത് ഒരു ഫുഡ് വെച്ചിട്ടുണ്ട്, ബേക്ക്. ഏതെങ്കിലും ഇൻസെക്ട് കൂടി ഉണ്ടെങ്കിൽ അത് ഈ ഹോളിൽ കൂടി ഇതിനകത്ത് കയറും. അത് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല, അവിടെ അങ്ങ് സ്റ്റക്കായി പോകും. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇതാണ് ഈ ട്രാപ്പ് എന്ന് പറയുന്നത്, ഇതാണ് കെണി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലും ഈ ട്രാപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മളെ പാറ്റ ശല്യം ചെയ്യുവാണെങ്കിൽ, എലി ശല്യം ചെയ്യുവാണെങ്കിൽ നമ്മളും ഈ ട്രാപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ അവർ ഹൗസസ് ആൾസോ വി യൂസ് ട്രാപ്സ് ഫോർ ടു ക്യാച്ച് cockroaches or rats or these kinds of stuff. So we know what that means. What is trap? Trap is a device designed to catch these kinds of animals, birds or insects. പക്ഷികളെയും മൃഗങ്ങളെയും മറ്റ് ജീവികളെയും ഒക്കെ പിടിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രാപ്പ് എന്ന് നമുക്കറിയാം, നമ്മളത് യൂസ് ചെയ്യാറുള്ളതാണ്. എന്നാൽ ഇവിടെ ദൈവമക്കൾക്കെതിരായിട്ട് ആരാണ് ട്രാപ്പ് ചെയ്യുന്നത്? ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹു ഈസ് പ്ലേസിംഗ് ട്രാപ്പ് ഫോർ ഗോഡ്ലി പീപ്പിൾ, ഫോർ ബിലീവേഴ്സ്, ഫോർ ചിൽഡ്രൻ ഓഫ് ഗോഡ്? ദൈവമക്കൾക്ക് ആരാണ് ട്രാപ്പ് വെക്കുന്നത്? സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ട്രാപ്പ്? ആ ട്രാപ്പിന്റെ ഉദ്ദേശം എന്താണ്? സ്തോത്രം. നമ്മൾ അതിൽ നിന്നും ഒഴിവുള്ളവരാണോ? ഈസ് എനിബഡി avoided from that kind of traps? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞൊരു കാര്യം, it is clear, there is no doubt, we know who is placing this trap. ദൈവമക്കൾക്കെതിരായിട്ട് ഈ ട്രാപ്പ് വെക്കുന്നത് ആരാന്ന് ഒരു സംശയമില്ല. That's our enemy. നമ്മുടെ ശത്രുവാണ് അങ്ങനെ ചെയ്യുന്നത്. Our enemy is Satan. പിശാചാണ് അങ്ങനെ ചെയ്യുന്നത്. Now, what kind of traps he using? ഏത് തരത്തിലുള്ള ട്രാപ്പുകളാണ് അവൻ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, നമ്മൾ ഓരോ ജീവികളെ പിടിക്കുവാൻ ട്രാപ്പ് വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് ആയിട്ടുള്ള ആ ഫുഡാണ് നമ്മൾ അവിടെ വെക്കുന്നത്. ഇതുപോലെ മനുഷ്യരുടെ അപ്പറ്റൈസ്, അവരുടെ ആഗ്രഹം, ഡിസയേഴ്സ് അറിഞ്ഞ് പിശാചും ഓരോ ട്രാപ്പുകൾ വെക്കും എന്നുള്ളതാണ് സത്യം. ഹി സ്പ്രെഡിങ് വെബ് എവരിവെയർ. എല്ലായിടത്തും അവന്റെ വല അവൻ വിരിക്കുകയാണ്. അതിൽ വലിയ ഒരു ട്രാപ്പാണ് ചെലന്തി വലയെന്ന് നമ്മൾ പറയുന്ന പോലെ വെബ്സൈറ്റുകൾ. അത് വളരെ നല്ല കാര്യങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ പിശാച് ഇത് ഒരു അനേകരെ ട്രാപ്പിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ മെത്തേഡായി നമുക്ക് കാണുവാൻ കഴിയും. ചിലർക്ക് ലോകപ്രകാരമുള്ള സന്തോഷമാണ് ആഗ്രഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിശാച് അങ്ങനെയുള്ള ട്രാപ്പാണ് വെക്കുന്നത്. Sometimes enemy know that person is so interested in worldly pleasures, he will place that kind of trap to catch that person. If a person is interested for making lot of money, he will place that kind of trap to catch that people. Technologies, worldly pleasures, love of money,
lust of the flesh, all these kinds of traps our enemy using. നമ്മുടെ ശത്രു ഉപയോഗിക്കുന്നതായ ട്രാപ്പുകൾ ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. So no one is avoidable from these kinds of trap. എല്ലാവരും ഇങ്ങനെയുള്ളതായ ട്രാപ്പുകളെ ഫേസ് ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് ഒഴിവൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെയുള്ള ട്രാപ്പുകൾ ഫേസ് ചെയ്യും. എന്തിനാണ് ഈ ട്രാപ്പ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. The next question is, what is the purpose? എന്താണ് എനിമി ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? സോ എനിക്ക് തുടർന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞൊരു കാര്യം, ദൈവമക്കൾ എന്ന് പറയുന്ന എല്ലാവരും ദൈവരാജ്യത്തിലാണ്. We are in the kingdom of God. ദൈവരാജ്യത്തിലാണ് നമ്മൾ. So those who are in the kingdom of God, they have an assignment or task. എല്ലാവർക്കും ദൈവം ഒരു ടാസ്ക്, ഒരു വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട് ചെയ്യുവാനായിട്ട്. ആരും അതിനകത്ത് ഒഴിവുള്ളവരല്ല. എന്നാൽ എനിമിയുടെ ട്രാപ്പിന്റെ ഉദ്ദേശം ആ വ്യക്തിയെ ആ ടാസ്ക് ഫിനിഷ് ചെയ്യുവാനായിട്ട് സമ്മതിക്കരുത്, സ്റ്റോപ്പ് ചെയ്യണം. Enemy's purpose of these traps are stop that assignment or not allow him to finish it. ഒന്നുകിൽ അത് പൂർത്തിയാക്കരുത്, അല്ലെങ്കിൽ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യിക്കണം എന്നുള്ളതാണ് പിശാച് ഉദ്ദേശിക്കുന്നത്, എനിമി ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവരും ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈവൻ ജീസസ്, മോസസ്, ഡേവിഡ്, everyone, saints, all saints faced these kinds of traps. But God will rescue us from the consequences of this trap. ഈ ട്രാപ്പിൽ അകപ്പെടാതെ, അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരാതെ ദൈവം നമ്മെ സൂക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുകയാണ്. It is our promise. God said, I will rescue you. I will be with you. I will protect you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഞാൻ നിന്നെ ഉയർത്തും. I will lift you up. I will honor you. I will give you long life. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. സ്തോത്രം. The Lord says, I will rescue those who love me. These promises are for us. Okay. Then how can we receive that promises? ആ വാഗ്ദത്തങ്ങൾ നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റും? അതാണ് ബിഗിനിങ് വേഴ്സസ് പറയുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുകയാണെങ്കിൽ, if we live in the shelter of the Most High and find rest in the shadow of the Almighty and declare, Lord, you alone is my refuge. You alone is my place of safety. You are my God. I trust in you. When we confess like that, God says, because you love me, because you honor me, because you called me, I will rescue you. നീ എന്നെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, നീ എന്നെ മാനിക്കുന്നത് കൊണ്ട് ഞാനും നിന്നെ മാനിക്കും, ഞാനും നിന്നെ ഉയർത്തും. ഈ ട്രാപ്പുകളിൽ നിന്നെല്ലാം ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. Then my question is, I am a human being. How can I live
How can I take rest in the presence of Almighty God? അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലഹീനനായ എനിക്ക് എങ്ങനെ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കാൻ കഴിയും? Is it possible? എനിക്കത് സാധ്യമാണോ? എനിക്കങ്ങനെയാണ് സാധിക്കുന്നത്. ആ അത്യുന്നതനായ ദൈവം, ആ സർവശക്തനായ ദൈവത്തിന്റെ മറവിൽ അവനോടുകൂടെ പാർക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എങ്ങനെ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. While Jesus was on earth, one disciple Philip asked to him, Jesus, show us Father God, that will satisfy us. പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാ മതി, ഞങ്ങൾക്ക് മതി, അത് ഞങ്ങളെ തൃപ്തരാക്കും. യേശു പറഞ്ഞു, ഫിലിപ്പോസേ, ഞാൻ നിന്നോടുകൂടെ ഇത്രയും നാളിരുന്നിട്ട് നീ എന്നെ കണ്ടില്ലേ? I was with you all these years. You didn't see me. Those who saw me, they see God. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. Because I came here to reveal Almighty God, Father God. ഞാൻ ഇവിടെ കടന്നു വന്നത് ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. God is Almighty. Hallelujah. He is most high God. He is on the throne. അവൻ സിംഹാസനത്തിലാണ്. അവനെ ആർക്കും കാണാൻ പറ്റത്തില്ല. He is invisible. Nobody can go to him without me. എന്നെ കൂടാതെ ആർക്കും അവന്റെ അരികെ പോകാൻ പറ്റത്തില്ല, അവനെ കാണാൻ പറ്റത്തില്ല. But through me you can see that Almighty God. You can reach at the presence of Almighty God. Hallelujah. Amen. How Jesus? Because Philip, my teaching was not my teaching. My teaching is not my teaching. Whatever I hear from Father, I am teaching you. Whatever I am seeing Father God doing, I am doing. So when I do something, when I heal a person, you need to see God. God is healer. He is Almighty. When I do a miracle, when I transform normal water into wine, you need to see Father God. Oh, He is marvelous God. He can do wonderful things. Hallelujah. Thank you, Jesus. When you hear my teaching, you can hear what the Father God says. Hallelujah. ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നീ മനസ്സിലാക്കണം, ഇതാണ് പിതാവിന്റെ ഇഷ്ടം. പിതാവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. പിതാവിന്റെ രാജ്യത്തിൽ അവൻ ദുഃഖിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്ന, അവിടെ ദുഃഖിതരില്ല, അവിടെ രോഗികളില്ല, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ആ ദൈവത്തെ നമുക്ക് യേശു വെളിപ്പെടുത്തി തന്നു. Jesus, nobody ever seen Father God, but the Son of God, Jesus, who was in the bosom of Father, He came to reveal us Father God. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ നമുക്കത് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ നമുക്ക് പിതാവിനെ കാണുവാൻ കഴിയും. ആ യേശുവിനെ നാം വിശ്വസിച്ച് അവനെ നാം അനുസരിക്കുമ്പോൾ നമുക്ക് ആ പിതാവിന്റെ അരികിലേക്ക് ചെല്ലുവാൻ, പിതാവിനോട് സംസാരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ പിതാവുമായുള്ള കൂട്ടായ്മ നമുക്ക് അനുസരിക്കുവാൻ കഴിയും. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് അവനോടുകൂടെയുള്ള കമ്പാനിയൻഷിപ്പിനാണ്, ഫെലോഷിപ്പിനാണ്. God created us in His own image and shape. In His own image. അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് അവൻ നമ്മെ സൃഷ്ടിച്ചത്. His purpose was communion with Him, fellowship with Him. അവനോടുള്ള കൂട്ടായ്മയ്ക്കാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ പാപം നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞു. But sin separated us from God. But Jesus came in the form of man.
and he faced all kinds of temptations and he overcame it and enabled us to take us to the Father. പിതാവിന്റെ അരികിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുന്നു. നാം അതുകൊണ്ട് ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തെ ധ്യാനിക്കുമ്പോൾ നാം പിതാവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. We passed the courtyard, holy place, and entered into the most holy place and having fellowship with God. പ്രാകാരവും വിശുദ്ധ സ്ഥലവും കടന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്ന് ദൈവവുമായി നാം ഫെലോഷിപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ആരാധന. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തോട് നാം കൂട്ടായ്മയുള്ളവരായിരിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്താണ്? സ്തോത്രം. സിംഹത്തെയും അണലിമേലും നീ ചവിട്ടും. 13th verse says like this: You will trample upon lions and cobras. You will crush fierce lions and serpents under your feet. നീ ഇതാണ് ചെയ്യാൻ പോകുന്നത്. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാവിനെയും നീ മെതിച്ചു കളയും. ബാലസിംഹവും പെരുമ്പാവും ഒക്കെ നമ്മെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. സിംഹവും അണലിയുമൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഏതൊരു വിഷയം നമ്മെ ഭയപ്പെടുത്തിയിരുന്നുവോ അതിനെ നമ്മുടെ കാൽ കീഴാക്കി തരുവാൻ Almighty God ശക്തനാണ്. Hallelujah. Once we were scared about a lot of stuff, but through Father God we can trample upon that stuff. നമ്മെ ഭയപ്പെടുത്തിയിരുന്ന വിഷയങ്ങളെ ഒക്കെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ, നമ്മളെ കാൽ കീഴാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും സാത്താന്റെ സകല ബലത്തിന്റെ മേലും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ദൈവം ആ അധികാരം നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. We need to know the authority God has given us. Last week I heard a story like this. There was a lady who was suffering for her vision. She was using a thick lens but unable to see clearly. She went to several pastors and requested them to pray for me. I need vision. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവൾ അനേക ദൈവദാസന്മാരിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അവൾക്ക് വിടുതലൊന്നും കിട്ടിയില്ല. അവൾ അറിഞ്ഞൊരു ദൈവദാസൻ ആ പട്ടണത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരികിൽ പോയി പ്രാർത്ഥിച്ചാൽ വിടുതൽ ലഭിക്കുമെന്ന് അവൾക്ക് അറിയുവാൻ കഴിഞ്ഞു. She heard about somehow, oh, there is a man of God is coming in the city. If she go there and he will pray for her. So first she doubted. Many places I went, it was fruitless. So failure. Should I go again? Finally they went. She went. And she asked to that pastor, pray for me. This is my vision. Okay, I will pray for you. Hallelujah. So now he prayed for her and said, can you see now? She tried to open her eyes. He said, no. Close your eyes. Can you see now? She was confused. How can I see without opening my eyes? Again he prayed. Again he said, can you see now? She again tried to open her eyes. He said, no, I'm not telling you to open your eyes. I'm asking you, can you see now? Then finally he said, without opening your eyes, if you see in your heart, I'm healed, you will be healed. നിന്റെ കണ്ണ് തുറന്നു നോക്കാതെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ സൗഖ്യമാക്കിയെന്ന് കണ്ടുകൊണ്ട് നീ നിന്നാൽ നിനക്ക് സൗഖ്യം വരും. അതാണ് നമ്മുടെ ജീവിതത്തിൽ
ആവശ്യമായിരിക്കുന്നത്. ദൈവം എങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്? ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. So we need to believe before we see the deliverance. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് വിടുതൽ കാണണം. അപ്പൊ നമ്മൾ വിശ്വസിക്കും, ഞാൻ സൗഖ്യമായി, എനിക്കിപ്പം വേദനയില്ല, ഞാൻ പ്രാർത്ഥിച്ച വിഷയം കിട്ടി, എനിക്ക് പരിഹാരം കിട്ടി. No. What God says, you need to believe before you see. കാണുന്നതിന് മുമ്പ് വിശ്വാസ കണ്ണാൽ നീ കാണണം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ വിഷയത്തിന് മറുപടി ലഭിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ അവർ നടന്നത്. Not by sight but by faith they walked. നമ്മുടെ ജീവിതത്തിലും ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളെ നമ്മുടെ കാൽക്കീഴാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. സ്തോത്രം. നാം അത് വിശ്വസിക്കണം. എന്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ ദൈവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ക്ലിയർ ആയിട്ടുള്ളത് നമ്മുടെ മലയാളം തന്നെയാണ്. ഇംഗ്ലീഷ് says, the Lord says, I will rescue those who love me. കേവലം സ്നേഹിക്കുക എന്ന് മാത്രമല്ല, സ്തോത്രം, ഇവിടെ പറ്റിയിരിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, to cling to cleave, to be passionate. ദൈവത്തോട് പറ്റി പിടിച്ചിരിക്കുന്നതിനെയാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ നാം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നമുക്ക് അത് നൽകി തരാമെന്നുള്ളത്, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരാമെന്നുള്ളത്. സ്തോത്രം. നമുക്ക് സർവശക്തനായ ആ ദൈവത്തോട്, അത്യുന്നതനോട് ചേർന്നിരിക്കുവാൻ കഴിയും. എങ്ങനെ? ഹൗ ക്യാൻ വി take rest in the shadow of Almighty? Through our prayer, worship, communion, we can dwell, we can reside, we can rest in the presence of the Lord. അത്യുന്നതന്റെ സന്നിധിയിൽ നമുക്ക് ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, പ്രൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, I will enter in his gate with thanksgiving. ഞാൻ സന്തോഷത്തോടെ, സ്തോത്രത്തോടെ അവന്റെ വാതിലുകളിൽ കടന്നു ചെല്ലും. സ്തുതി സ്തോത്രങ്ങൾ അവന്റെ വാതിലുകൾ തുറക്കുവാനുള്ള താക്കോലാണ്. സ്തോത്രം. Praise and worship is the key to open the doors of the presence of God, room of God. ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് അങ്ങനെ ചെല്ലാൻ പറ്റും. അങ്ങനെ നാം ചെല്ലുമ്പോൾ അവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. When we enter into the presence of the Lord, we can experience the fullness of joy in his presence. അവന്റെ സന്നിധിയിൽ പൂർണ്ണമായ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നാം ഇവിടെ വായിക്കുന്നു, അങ്ങനെ നാം അവന്റെ സന്നിധിയിൽ വസിക്കുമ്പോൾ നാം വല്ലപ്പോഴും അവന്റെ ആ സന്നിധിയെ വിസിറ്റ് ചെയ്താൽ പോരാ. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു വിസിറ്റ് ഓൾമൈറ്റി ഗോഡ്സ് പ്രസൻസ്. വി നീഡ് ടു റിസൈഡ് ദെയർ, വി നീഡ് ടു സ്റ്റേ ദെയർ, വി നീഡ് ടു ഡ്വെൽ ദെയർ. നമ്മൾ അവിടെ വസിക്കണം. വല്ലപ്പോഴും നമ്മൾ പോയാൽ പോരാ. ആരാധനയ്ക്ക് സൺഡേയിൽ പോകുമ്പോൾ മാത്രം പോരാ. എപ്പോഴും ആ ദൈവവുമായുള്ള കമ്മ്യൂണിയനിൽ നമ്മളായിരിക്കണം. ജോലി ചെയ്യുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും, ഭവനത്തിലായിരിക്കുമ്പോഴും എപ്പോഴും ആ ദൈവവുമായുള്ള ഫെലോഷിപ്പിൽ നാം ആണെങ്കിൽ നമുക്ക് ആ വിടുതല് അനുഭവിക്കുവാൻ കഴിയും. ശത്രു ഏതെല്ലാം ട്രാപ്പ് കൊണ്ടുവച്ചാലും നമ്മളെ അതിൽ കുടുക്കുവാൻ സാധിക്കുകയില്ല. അത് നമ്മോട് അടുത്തു വരത്തില്ല. അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമ്മൾ വായിക്കുന്നത്. അവൻ നീ വിളിച്ചപേക്ഷിക്കും, ഞാൻ ഉത്തരമാരിടും. ഐ വിൽ ആൻസർ എന്ന വായിക്കുന്നത്. വെൻ വി പ്രേ ഹി വിൽ ആൻസർ ഫോർ us and then I will rescue and honor them. See, I will honor them. ഞാൻ അവനെ മാനിക്കും. ഈ ലോകത്തിലുള്ള മാനങ്ങളെല്ലാം ആമേൻ അതെല്ലാം ടെമ്പററി ആണ്. എന്നാൽ ദൈവം നമ്മെ മാനിക്കുന്നത് അത് സ്ഥിരമായിട്ടുള്ളതാണ്. സ്തോത്രം. അനേകർക്കും ലോകത്തിലുള്ള മാനമാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവത്തെ സേവിക്കുവാൻ പലർക്കും കഴിയാത്തത്. Several people seeking honor from men. That's why they are not following God. But all the honor from world is temporary. The eternal, permanent, perpetual honor is only from God. ദൈവം നമ്മെ മാനിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയെ മാനിക്കുകയാണെങ്കിൽ നമുക്ക് വിവിധ നിലകളിൽ അത് വെളിപ്പെടുത്തുവാൻ കഴിയും. We can reveal our honor to a person through different ways, through our words, through our actions, through our attitude. In India, in old days, we know when old people comes, if we are sitting somewhere else, we will get up. പ്രായമുള്ളവർ വരുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് എഴുന്നേക്കും. കാര്യം for to respect them through our action, attitudes, to our words, we can respect them. നമ്മൾക്ക് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും ഒരു പറയുവാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കും. When we pay more attention when a honorable person speak. If God honors me, he will consider, well, I need to listen to him. He is worthy to consider his prayer request. അവന്റെ വിഷയം ഹാൻഡിൽ ചെയ്യുവാൻ, അവന്റെ പ്രാർത്ഥന കേൾക്കുവാൻ അവൻ യോഗ്യനാണ്. ഞാൻ അവനെ മാനിക്കുന്നു, ഞാൻ അവന്റെ വിഷയത്തിന് മറുപടി നൽകുന്നു. ദൈവം നമ്മെ മാനിക്കുന്നതാണ് ഏറ്റവും വലുത്. സ്തോത്രം. നമ്മുടെ കർത്താവ് തന്റെ പട്ടണത്തിൽ ചെന്നപ്പോൾ അവന് തന്റെ നഗരത്തിൽ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്ന കപ്പർത്ത് മുമ്പിൽ. എന്നാൽ ആ പള്ളിയിൽ അവൻ പ്രസംഗിച്ചപ്പോൾ പലരും അവനെ വിശ്വസിച്ചില്ല, അവനെ ശ്രദ്ധിച്ചില്ല. അപ്പൊ യേശു പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ പിതൃഭവനത്തിലല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന്. ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അവർ യേശുവിനെ വിശ്വസിക്കുമായിരുന്നു. If they honor Jesus, they sure believe him. But instead of believing him, they doubted him and they questioned him. I know him. He was in our street. He was playing with our people. So they failed to trust in him. Hallelujah. So we need to honor our God. So when we honor him, he will answer our prayer. He will give his companionship in our troubles, the time of trouble. He will honor us and he will satisfy us with a long life. അവൻ നമ്മെ ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തും എന്നുള്ളത് അവന്റെ വാഗ്ദത്തമാണ്. ആ വലിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിന്റെ ആ നിഴലിൻ കീഴിൽ എപ്പോഴും പാർക്കുവാൻ, അവനെ വിശ്വസിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ ഭാരപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പിശാച് ഏതെല്ലാം ട്രാപ്പ് വെച്ചാലും അതിൽ ഞാൻ അകപ്പെടുകയില്ല. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക്, പണത്തിന്റെ വഞ്ചനയ്ക്ക്, ഈ ടെക്നോളജിയുടെ ഡിസപ്ഷന് എന്നെ ട്രാപ്പിലാക്കുവാൻ സാധിക്കത്തില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ അവന്റെ ചിറയിൻ കീഴിൽ തന്നെ വസിക്കും. എന്റെ ആക്ഷനിലൂടെ, എന്റെ ഫീലിങ്സിലൂടെ, എന്റെ ആറ്റിറ്റ്യൂഡിലൂടെ എന്റെ ദൈവത്തോടുള്ള സ്നേഹം ഞാൻ വെളിപ്പെടുത്തുമെന്ന് നമുക്ക്
പൂർണ്ണമായിട്ട് തീരുമാനമെടുക്കാം. അവന്റെ വിടുതൽ നമുക്ക് അനുഭവിക്കാം. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മളെ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റർ സോണിയ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തിരുന്നു. ദൈവം അത്ഭുതകരമായിട്ട് അവരെ വിടുവിച്ചു. സ്തോത്രം. സഭയോട് താങ്ക്സ് പറയണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ലെറ്റ് us thank God for God delivered Sonia from her problems. Amen. God completely healed her after that surgery problems. Amen. May the God bless her again. Amen. May the Lord bless each one of us through these verses. Amen.